ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകാം എന്ന പ്ലാനിലാണ് ഞാൻ തിരിച്ചു വന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അടുത്ത ക്ലാസ് ക്യാൻസൽ ചെയ്തു. പ്രൊഫസറിന് വയ്യാണ്ടായി. അതെന്തുകൊണ്ടും നന്നായി ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം എനിക്ക് വയ്യ. ഇന്നലെ ഉറക്കം പെൻഡിങ് ഉള്ളതിൻ്റെ പേരില്ലേ ആകെ മൊത്തമൊരു മ്ലാനതയാണ്. എൻ്റെ വിളി അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടത് കൊണ്ട് രണ്ടാമത്തെ ക്ലാസ് അങ്ങ് ക്യാൻസലായി കിട്ടിയിട്ടുണ്ട്. അതിന് ഏതെങ്കിലും ദിവസം അവരെടുത്തോളും, പ്രശ്നമില്ല. ഇന്നില്ല. അപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടന്നു. പക്ഷെ എന്തോ ഒരു ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഓരോ ഫോൺ നിർത്തി ഞാൻ ചിരണ്ടിയപ്പോഴാണ് ഒരു യാഥാർത്ഥ്യമായ സത്യം എനിക്ക് മനസ്സിലായത്. ഈ പരീക്ഷയുടെ തത്രപ്പാട് കാരണം എൻ്റെ ജോലി സ്ഥലത്തെ കുറേ കാര്യങ്ങളോടെ പെൻഡിങ് കിടപ്പുണ്ടായിരുന്നു. കുറേ മെയിലുകളൊന്നും കിടപ്പുണ്ടായിരുന്നു. എല്ലാം എടുത്ത് നോക്കിയില്ല. ഒരു 3-4 എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. 10-100 മെയിൽ വായിക്കാനായിട്ട് എൻ്റെ കണ്ണിന് അതിനുള്ള ആരോഗ്യമില്ല, എനിക്കതിനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, പുറത്ത് നല്ല കാലാവസ്ഥയാണ്, ജോലി സ്ഥലത്താണെങ്കിൽ മറ്റൊരു ടീമുണ്ടാവും, മറ്റേ മാനേജർ മൺഡേ ടു ഫ്രൈഡേ ഉള്ള അവനുണ്ടാവും. അപ്പോൾ അവനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ 5 മിനിറ്റിൽ കാര്യം സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരും. എനിക്കാണെങ്കിൽ ഈ നല്ല കാലാവസ്ഥയിലൊന്ന് പോകാനും പറ്റും. ക്ഷീണം കണ്ണിനാണല്ലോ, ശരീരത്തിനില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നാൽ അങ്ങോട്ട് പോകാം എന്ന് വെച്ച് അങ്ങോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവും. അവനും ഞാനും കൂടി ഒരു 1/4 മണിക്കൂർ ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കും. അവനും ഞാനും ആ ഒരു കോർഡിനേഷൻ പൊട്ടിക്കഴിഞ്ഞ് പരിപാടി മൊത്തത്തിൽ ചീറ്റിപ്പോവും. ഞങ്ങളൊന്ന് ഇരുന്ന് സംസാരിക്കും. അവൻ ഉള്ള കാര്യങ്ങൾ എന്നോടും പറയും, എൻ്റെ കാര്യങ്ങൾ അവനോടും പറയും, പിന്നെ പുതിയ ചേഞ്ചസ് പറയും. അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് നമ്മൾ പിന്നെയും ട്രാക്കിലേക്ക് കയറും എന്നാണ് എൻ്റെ ഒരു ഇത്.